എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതാരം നിതിൻ രാജ് 5 നിലയിൽ ഉയരിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. അധ്യാപകരുടെ പീഡനത്തിനെതിരെയാണ് ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് നിതിൻ രാജ്. ഡോക്ടറിന് വേണ്ടി പഠിക്കാൻ പോയതാണ്. ജാതി ചോദിച്ച് പീഡിപ്പിച്ച് കറുത്തവനെന്ന് വിളിച്ച് ഈ അധ്യാപകർക്ക് വധശിക്ഷയെക്കുറിഞ്ഞ് ഒന്നും കൊടുക്കല്ലെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ കവാടത്തിൽ ബാഹുലിനും സംഘവും ഉടൻ 2 ദിവസത്തിനകം എത്തും. നീതി ലഭിക്കാൻ വേണ്ടി ഓടും. ഈ അധ്യാപകർക്ക് വധശിക്ഷയെക്കുറിഞ്ഞ് ഒന്നും കൊടുക്കല്ലെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ കായിക താരങ്ങൾ ഓടുന്നത്. കായിക താരങ്ങളെയും പീഡിപ്പിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല, അവർക്ക് പലർക്കും സ്ത്രീകൾക്ക് കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നില്ല. കായിക താരങ്ങൾ പറയും. അതുപോലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെയും പീഡിപ്പിക്കുന്നു. ഇതിലെല്ലാം രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ മുൻഘടനയിൽ ഉള്ളതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്. എൻ്റെ വാർത്തയും അന്വേഷണം തുടരുന്നുണ്ടെന്നതിൻ്റെ പറയാം. രാഷ്ട്രീയക്കാർ പറഞ്ഞ് ഇവർ വലിയ അതിനകത്ത് സ്വാധീനം വെച്ചാണ് പീഡിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി. ഏത് രാഷ്ട്രീയക്കാരെന്ന് അറിഞ്ഞിട്ടോ, കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ആരാണെന്നും ഇപ്പോൾ തെളിയും. അതുപോലെ എന്നെ തന്നെ ഒറ്റപ്പെടുത്താൻ സ്പോർട്സ് കൗൺസിൽ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ആ വിവരാവകാശം എടുത്ത് അതിൽ ഫയലിൽ കണ്ടപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. ജാതി ഇന്നും പ്രശ്നമാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നോക്ക ജാതികൾക്ക് ഇന്നും പ്രശ്നമാണ്. അതുപോലെ ചില മാധ്യമങ്ങളും വീഡിയോയിൽ വീഡിയോ അല്ല, ചില ഒന്നാമത്തെ മാധ്യമങ്ങളും പിന്നോക്ക ജാതിയെ അവഗണിക്കുന്നതായിട്ടും നമുക്ക് പറയാനുണ്ട്. ഞാൻ ആ കായിക താരമായതുകൊണ്ടാണ് പറയുന്നത്. ഇത് വേടം പറഞ്ഞ സത്യമാണ്. ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. വേടം പറഞ്ഞ ഒരു തെറ്റുമില്ല. സംഭവങ്ങൾ ഉള്ളതാണ്. കായിക താരങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവർ ഡോക്ടറായിട്ട് പഠിക്കാൻ മുന്നോട്ട് പോയപ്പോഴാണ് ഇവനെ ജാതി ആശ്രയിച്ചത്. അതുപോലെ പല സംഭവങ്ങൾ പീഡിപ്പിക്കുന്നത്, സീനിയർ പീഡിപ്പിക്കുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി. ഇതെന്താ കോളേജ്, കണ്ണൂരിലുള്ള കോളേജിൽ നടന്ന സംഭവത്തെ 5 നിലയിൽ ഉയരി നിന്ന് വീഴുന്നു. കുട്ടിയെ ആശുപത്രി കൊണ്ടുവന്നു, അവിടെ വെച്ച് മരിക്കുന്നു. ഇതിനു മുമ്പ് പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അച്ഛനും അമ്മയും. അച്ഛൻ പെയിൻ്റടി ആണ് തൊഴിലെന്ന് പറയുന്നു. മോനെ ഒരു ജോലി കിട്ടി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടാക്കാൻ വേണ്ടി ശ്രമിച്ച അച്ഛന് അവസാനം ചേതനയേറ്റ ശരീരവുമാറ്റാണ് വീട്ടിലെത്തുന്നത്. അതന്നെ വളരെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ബാഹുലിനും സംഘവും ഓടി നീതി ലഭിക്കല് ഈ അധ്യാപകർക്ക് വധശിക്ഷ കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓടാൻ പോകുന്നത്. സത്യങ്ങൾ അന്ന് പുറത്ത് പറയും. ഞങ്ങൾ പല റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിലും പീഡനം ഉണ്ടാവുന്നുണ്ട്, സർക്കാർ ജീവനക്കാരെ പീഡിപ്പിക്കുന്നുണ്ട്. പല റിപ്പോർട്ടും ഉന്നതക്കാരാണ് ഇവരെ എനിക്ക് പേടിയില്ല. ഞാൻ ഈ സ്പോർട്സ് കൗൺസിൽ ഉണ്ടായി 1 കൊല്ലത്തിനകത്ത് ഞാൻ പോവും. അതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ഇതിൽ വേണ്ട. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് സത്യം പുറത്തുകൊണ്ട് ജാതി ഇവിടെ പിന്നോക്ക ജാതികൾക്കൊന്നും സംവരണം ഒന്നും കൊടുക്കുന്നില്ല. PSCയിൽ മാത്രം അത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ജാതി നോക്കിയൊന്നും അല്ല എടുക്കണത് ഇവർ. ഇതൊക്കെ വെറും കപടമാണ്. ഇതിനകത്തുള്ള പേര് പുറത്ത് പറയും. എന്നെ ഒതുക്കി തീർത്തു. ആര് ഒതുക്കിയവനെ പുറത്തു കൊണ്ടുവരും ഞാൻ എന്നാൽ. അത് സത്യത്തിന് കാലമുള്ളൂ. അത് സത്യത തെളിഞ്ഞു വരുന്നുണ്ട് ഓരോ സമൂഹത്തിൽ. ഇനിയിപ്പം എങ്ങനെ വന്ന ഭരണങ്ങൾ വരണമെന്ന് നോക്കട്ടെ. അതിൻ്റെ രീതികൾക്ക് നമ്മൾ ഓടുന്നുണ്ട്. സെക്രട്ടറി ഓടുന്നുണ്ട്. ഈ ചെറുക്കൻ്റെ ഒന്നീ വീട്ടിൻ്റെ അവിടെ ഓടും, നെടുമങ്ങാട് വരെ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഓടാനാണ് ബാബുവിൻ്റെ സംഘവും തീരുമാനിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ തന്നെ ഈ അധ്യാപകർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോടതി കണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഓടും തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ ഇളവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പലയിടത്തും ഇപ്പോൾ ആശ വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിനു വേണ്ടി നമ്മൾ ഓടുന്നതിന് വേണ്ടി സഹകരിക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാഹുലേയൻ.